പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നു. ഓരോ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ഓരോ കുടുംബവും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ പോകുന്നു. ഓരോ കുടുംബം പാപത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, തകർച്ചയിൽ നിന്നും തമ്പുരാൻ പൂർണ്ണമായി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദൈവം നമ്മളെ ഉയർത്താൻ പോവുകയാണ്. നോയമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ കഠിനമായ ജീവിതത്തിൽ കൂടെ ദൈവത്തെ സ്വീകരിക്കുക, സങ്കടത്തിലും പ്രയാസത്തിലും ദൈവത്തിൻ്റെ മുഖത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക. ഈ നോയമ്പ് കാലത്ത് നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും നമുക്ക് തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വചനഭാഗം മിക്കയുടെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യമാണ്. എന്നാൽ ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ മനസ്സിലാക്കുക, രക്ഷകനായ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തണം, ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് മനസ്സിലാകും. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ച ഒരു സമയത്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക. ബെല്ലടിച്ച ശേഷം നമ്മളെല്ലാവരും ക്ലാസ്സിൽ കയറും. പക്ഷെ ഒരു 5 മിനിറ്റിന് ശേഷമായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, ടീച്ചേഴ്സ് ക്ലാസ്സിൽ കയറി വരുന്നത്. അപ്പോൾ ആ 5 മിനിറ്റ് ഒരു വലിയൊരു ഒരേ ക്ലാസ്സിൽ ഒരു 50 പേരുണ്ടെങ്കിൽ 50 പേരും 50 ശുശ്രൂഷയിലാണ്. കുറച്ച് പേരുണ്ട് ശരിക്കും ഇന്ന് എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്, ഇന്നലെ പഠിപ്പിച്ച കാര്യവും ഇന്നത്തെ കാര്യങ്ങളും യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ചിലവർ ഭയങ്കര അലമ്പായിരിക്കും, സംസാരിക്കും, ബഹളം ഉണ്ടാക്കും. നമുക്കറിയാം, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അലമ്പ്, ബഹളം ഉണ്ടാക്കും. ചിലവർ ഇന്ന് എന്തൊക്കെ കുസൃതികൾ ഒപ്പിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ചിലവർ പേടിച്ചായിരിക്കും ജീവിക്കുന്നത്. ഇന്നലെ തന്നെ അസൈൻമെൻറ്റ്, ഹോംവർക്ക് ചെയ്യാതെ വന്നവരുണ്ട്. ഇന്നത് ചെക്ക് ചെയ്താൽ പിടിക്കപ്പെടുവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ഒരു ആധ്യാത്മിക ജീവിതം ഇതുപോലെ തന്നെയാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും സത്യസന്ധമായി നമുക്ക് തന്ന ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കൊരു ഭയമുണ്ടാവും. അതേസമയത്ത് നമ്മൾ കർത്താവിന് വേണ്ടി നല്ലവനായ ഭൃത്യനെ പോലെ കാത്തിരിക്കുന്ന ഒരു ശിഷ്യനാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ ഉയർത്തി, ദൈവം നമ്മളെ താങ്ങും, ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മൾ മനസ്സിലാക്കുക, നല്ലൊരു ഭൃത്യനെ പോലെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യനും യഥാർത്ഥ മക്കളും. നമ്മൾ മനസ്സിലാക്കുക, ഈ നോയമ്പ് കാലത്ത് പ്രയാസങ്ങളെല്ലാം കടന്നു വരും. ഈ പ്രയാസങ്ങളുടെ ഇടയിൽ ഞാൻ കർത്താവിൻ്റെ സമാധാനത്തിന് വേണ്ടി, കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി, പൂർണ്ണമായ കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ കർത്താവിലേക്ക് സമർപ്പിക്കണം. അപ്പോൾ ഇതൊരു പേഴ്സണൽ ചോയ്സാണ്. ഞാൻ എന്ത് ചെയ്യണം? നമുക്കെല്ലാവർക്കും ദൈവം സ്വാതന്ത്ര്യം നേടി തന്നവരാണ്. അപ്പോൾ ഇറ്റ്സ് പേഴ്സണൽ ചോയ്സ്. ഞാൻ എന്ത് ചെയ്യണം, ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ ആയിരിക്കണം എന്നൊരു വലിയ പേഴ്സണൽ ചോയ്സാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു അബോധ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾക്ക് എപ്പോഴും വിശ്വാസം, ദൈവസ്നേഹം എന്നൊരു ശബ്ദം പുറത്ത് വന്നുകൊണ്ടിരിക്കണം. അത് കോൺഷ്യസ് മൈൻഡ് ആയാലും സബ് കോൺഷ്യസ് മൈൻഡ് ആയാലും അബ്കോൺഷ്യസ് മൈൻഡ് ആയാലും നമ്മുടെ മനസ്സിൽ ദൈവവിശ്വാസം മാത്രമേ ആയിരിക്കണം. എന്നിട്ട് നിരന്തരമായ പ്രാർത്ഥനയിലായിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വചനത്തിൽ കാണത്തില്ലേ, കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുക. രണ്ടാമത്തത്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നമ്മുടെ ഇടയിൽ നിറവേറാൻ വേണ്ടി കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. എന്നിട്ട് ആ കാത്തിരിപ്പിൽ കൂടെ നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. സക്കയോസ് കർത്താവിന് വേണ്ടി കാത്തിരുന്ന ശേഷം, കർത്താവ് വന്ന ശേഷം കർത്താവിനോടൊപ്പം ആ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അവൻ സ്വീകരിച്ചു. അപ്പം നമ്മളും ആ ഒരു ജീവിതം സ്വീകരിക്കും. മൂന്നാമത്തത്, നമ്മുടെ ത്യാഗം, ഈ നോയമ്പിൽ നമ്മൾ എടുക്കുന്ന ത്യാഗങ്ങൾ കർത്താവ് അത് സൗഖ്യത്തിനും സമാധാനത്തിനും അനുഗ്രഹത്തിനുള്ള കാരണമായി തീരും.
അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ നൊയമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കർത്താവ് ശാന്തമായി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതാണ് ഈ നൊയമ്പ് കാലം. ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ ഇടപെടുന്ന ഒരു കർത്താവാണ് നമ്മളോടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് ദൈവത്തിൻ്റെ വിശുദ്ധി നമുക്ക് പ്രാപിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ്റെ കൃപ എന്നും നമ്മളോട് ഉണ്ടായിരിക്കട്ടെ. ആമേൻ.